ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം വനിത വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ ഒരു കാര്യം കണ്ടു. അതായത് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു GPS എങ്ങനെ തയ്യാറാക്കാം എന്നതായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് വായിച്ചു നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് കൂടി പറഞ്ഞു തരാമെന്ന് കരുതിയാണ് അതിന് വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം മടിച്ചിരിക്കുവാണെങ്കിൽ എല്ലാവരും നിങ്ങളുടെ ഒരു സക്സസ്ഫുൾ ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പതിയെ എഴുന്നേറ്റ് ഒരു ബുക്കും പേനയും എടുക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതി തുടങ്ങാം. ആദ്യം ഞാൻ ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തു, മൈ ലൈഫ് GPS എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആദ്യം ഞാൻ ചെറുതായിട്ടൊന്ന് റഫായിട്ടാണ് എഴുതുന്നത്, പിന്നീട് വേറൊരു പേജിലേക്ക് മാറ്റി എഴുതാമെന്ന് എഴുതി. അപ്പോൾ നോക്കിയാലോ, അതിൽ ആദ്യം പറയുന്നത് നമ്മുടെ ഒരു ലൈഫ് GPS, അതായത് നമ്മുടെ ഒരു ഇപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, എനിക്ക് ഇന്നൊരു ജോലി വേണം, അല്ലെങ്കിൽ എനിക്കൊരു വീട് വെക്കണം, അങ്ങനെ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡെഡ് ലൈനും കൊടുക്കണം, പിന്നെ ആക്ഷൻ പ്ലാനും. ഇതാണ് രണ്ട് കാര്യങ്ങൾ വേണ്ടത്. അതായത് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല, അതിനൊരു ഡെഡ് ലൈൻ ഉണ്ടെങ്കിൽ നമുക്കതിന് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി പരിശ്രമിക്കാൻ നമുക്കൊരു ഇത് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അതിനൊരു ഡെഡ് ലൈൻ വയ്ക്കുക. ഇപ്പം നമ്മൾ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഇപ്പം 40 വയസ്സ് വരെയൊക്കെ PSC എക്സാംസ് എഴുതുക, അത്രയും നാളെ എഴുതിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. അതല്ലെങ്കിൽ വേറൊരു ജോലിയിലേക്ക് പോകണ്ടേ. അപ്പോൾ ഞാനൊരു 30 വയസ്സ് വരെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം. കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു 33 അത്ര കിട്ടിയില്ലെങ്കിൽ വേറൊരു ജോബിൽ നോക്കുക. അപ്പോൾ അതിനൊരു ഡെഡ് ലൈൻ വയ്ക്കുക. ആ ഒരു ഡെഡ് ലൈനിൽ തന്നെ കിട്ടുക എന്നത് തന്നെയായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് കിട്ടിയില്ലെങ്കിൽ വേറെ ഒന്നും അങ്ങനെ ചിന്തിക്കാതിരിക്കുക. പിന്നെ വരുന്നത് ആക്ഷൻ പ്ലാനാണ് അതിന് വേണ്ടിയുള്ള. അപ്പോൾ ഈ ഒരു ഡെഡ് ലൈൻ വെച്ചാൽ പിന്നെ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യുക എന്നതാണ് ആക്ഷൻ പ്ലാനായിട്ട് വരുന്നത്. ആ രണ്ട് കാര്യങ്ങൾ നോക്കുക. പിന്നെ നമുക്കൊരു വലിയ ലക്ഷ്യങ്ങളുണ്ട്, അതിനെ നമ്മൾ ചെറിയ ഘട്ടങ്ങളായിട്ട് തിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു ജോലി വേണം, അതിന് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ POയ്ക്ക് വർക്കൗട്ട് ചെയ്യണം, സിലബസ് പഠിക്കണം, പിന്നെ അതിൻ്റെ റിവിഷൻ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഘട്ടങ്ങളായിട്ട് അതിനെ തിരിച്ച് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഓരോ ടാസ്ക് അതുപോലെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വീട് വയ്ക്കുന്നതാണെങ്കിൽ അതിനെക്കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കുക, പിന്നീട് അതിനുള്ള സോഴ്സ് അതൊക്കെ കണ്ടുപിടിക്കുക, പിന്നെ അതിൻ്റെ പ്ലാൻ വരയ്ക്കുക, അങ്ങനെയല്ലേ, അതേപോലെ ചെയ്യാം. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അതായത് സ്മാർട്ട്, S ഫോർ സ്പെസിഫിക്, വ്യക്തത. അതായത് ഇപ്പം ഞാൻ പുസ്തകം വായിക്കും എന്നതിന് പകരം മാസം ഒരു പുസ്തകം വായിക്കും എന്നതാണ് ഒരു വ്യക്തത എന്ന് പറയുന്നത്. ദെൻ M ഫോർ സ്മാർട്ടിൻ്റെ M ആണ്, അതായത് മെഷറബിൾ, അതായത് ഒരു വർഷത്തിൽ 1 ലക്ഷം സമ്പാദിക്കും. ഇങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ടാസ്കുകൾ മെഷറബിൾ ആയിരിക്കണം. അതേപോലെ അച്ചീവബിൾ, A ഫോർ അച്ചീവബിൾ, നേടാവുന്നത്. ഇപ്പോൾ അസാധ്യമായ രീതിയിൽ, ഇപ്പോൾ ഞാൻ രാവിലെ 4 മണിക്ക് എഴുന്നേക്കും എന്ന് പറയരുത്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നതിനും 1 മണിക്കൂർ മുന്നെയോ അങ്ങനെയൊക്കെ എഴുന്നേറ്റ് പതിയെ അതിലേക്ക് എത്താൻ നോക്കാവുന്നതാണ്. പിന്നെ 6 വരുന്നത് റെലവൻ്റ് ആണ്, അനുയോജ്യം എന്നാണ് പറയുന്നത്, നമ്മുടെ ലൈഫിന് ചേരാവുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് അതേപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതിൽ നിന്ന് ഉൾക്കൊണ്ട് നമുക്ക് ചെറിയ പ്രോഗ്രസ് ഒക്കെ വരുത്താൻ നോക്കാം, നമ്മുടെ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു രീതിയിലേക്ക് ആക്കാൻ നോക്കുക. ഇപ്പോൾ അർദ്ധരാത്രി ഇരുന്ന് പഠിക്കുക എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും പറ്റുന്നതല്ല. പിന്നെ അടുത്തത് T ഫോർ സമയപരിധിയാണ്. അതായത് അത് ഞാൻ പറഞ്ഞ ആ ഡെഡ് ലൈൻ തന്നെയാണ്, എല്ലാത്തിനും ഒരു സമയപരിധി വയ്ക്കുക. ഇപ്പം ആ കുഞ്ഞു ടാസ്ക്കായിട്ട് നമ്മൾ ഓരോന്നിനും സ്പ്ലിറ്റ് ചെയ്യുമല്ലോ, അതിനെ ഒരു സമയപരിധി വെച്ചാൽ അത് നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു പങ്ക്തിയിലുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ച് ഞാൻ എൻ്റെ ഒരു ലൈഫ് GPS എന്നും പറഞ്ഞ് ലൈഫ് ലൈൻ എന്നും പറഞ്ഞ് മൈ ലൈഫ് ലൈൻ എന്നും പറഞ്ഞ് ഞാനൊരു ഇത് തയ്യാറാക്കി. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ആഗ്രഹം ഗവൺമെൻറ് ജോലി നേടുക എന്നാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുക, പഠിക്കണം. എന്തൊക്കെ പഠിക്കണം? ഞാൻ ആ ഒരു സിലബസ് പഠിക്കണം, POയ്ക്ക് നോക്കണം, പിന്നെ കറണ്ട് അഫയേഴ്സ് നോക്കണം. പിന്നെ എത്ര നേരം പഠിക്കണം എന്നാണ്, ഡെയിലി ഒരു 5 അവർ മിനിമം പഠിക്കണം. ഇപ്പോൾ എന്നെക്കൊണ്ട് അത്രയും പറ്റുന്നില്ല, 3 അവറൊക്കെ പറ്റുന്നുള്ളൂ, എങ്കിലും ഞാൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 5 അവറിലോട്ട്. എങ്കിലും ഇപ്പോൾ 2 ദിവസം 5 അവർ പറ്റി, എങ്കിലും എല്ലാ ദിവസവും എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുക എന്നതാണ്. ദെൻ എത്ര നാൾ പഠിക്കണമെന്നാണ് ഞാനൊരു ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. അധികം നാളൊന്നുമില്ല, എനിക്കിനി ഒരു 1-2 വർഷം കൂടിയേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയും ആകുമ്പോൾ നമ്മൾ എന്താവുന്നു, നമ്മളൊരു ഗവൺമെൻറ് എംപ്ലോയി ആവുകയാണ്. ഇതാണ് എൻ്റെ ഒരു ലൈഫ് ലൈൻ. അതായത് ഗവൺമെൻറ് ജോലി വേണം, അതിനുവേണ്ടി ഞാൻ പഠിക്കുന്നു, ഡെയിലി 5 അവർ പഠിക്കുന്നു, 2 വർഷം പഠിക്കുന്നുണ്ട്, അപ്പോഴത്തേക്കും ഞാൻ ഗവൺമെൻറ് എംപ്ലോയി ആവുന്നു. ഇതാണ് എൻ്റെ GPS. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു ഗോളുണ്ട്, എനിക്ക് ഒരു വീട് വയ്ക്കുക, അല്ലെങ്കിൽ എനിക്ക് PSC എക്സാംസ് എഴുതാമെന്നല്ല, ഗവൺമെൻറ് ജോലി വാങ്ങുക.
പക്ഷെ അതിൽ മാത്രം എനിക്ക് എപ്പോഴും ഗവൺമെൻറ് ജോലി വേണം ആ ഒരു ഇത് ചിന്തിക്കാതെ നമ്മൾ ആക്ഷൻസിൽ ശ്രദ്ധിക്കുക. അപ്പം ആക്ഷൻസ് ഉണ്ടാക്കണ്ടേ, ഈ ആക്ഷൻസ് എന്താണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 5 അവർ പഠിക്കുന്നത്, PIQ നോക്കുന്നത്, അങ്ങനെ ഓരോന്നും അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്നത്, അതൊക്കെയാണ് ആക്ഷൻസ്. അപ്പം ഞാൻ എല്ലാ ദിവസവും അത് ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ ലക്ഷ്യം അതിനോടൊപ്പം അങ്ങ് അച്ചീവായി വന്നോളും അല്ലേ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആക്ഷനിൽ ശ്രദ്ധിക്കുക ഡെയിലി. പിന്നെ ഈ പഠിക്കുന്നതിന് വേണ്ടി ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യുക, പിന്നെ അതനുസരിച്ച് പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടി ഒരു GPS ഉണ്ടാക്കുക. ശേഷം അതനുസരിച്ച് അതിൽ വലിയൊരു ലക്ഷ്യം ഉണ്ടാകും, അതിൻ്റെ ആക്ഷൻസ് ഡെയിലി വിലയിരുത്തിക്കൊണ്ടിരിക്കുക, ഒരു ഡെഡ് ലൈൻ വയ്ക്കുക, അതിന് മുന്നേ അത് അച്ചീവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ 2 വർഷത്തേക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് കുറച്ചുകൂടി സ്പ്ലിറ്റ് ചെയ്യുക. 3 മാസം ആകുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു പ്രോഗ്രസ് നോക്കുക, മാർക്കൊക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ എന്ന്. അങ്ങനെ 3 മാസം വെച്ചോ അല്ലെങ്കിൽ 1 മാസം വെച്ചോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.